അപ്പോൾ കഴുങ്ങിൽ കുരുമുളക് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിവിടെ പൂർണ്ണമായിട്ടും കഴുങ്ങിലാണ് കുരുമുളക് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ചില കമൻറ്റുകൾ കണ്ടു, കഴുങ്ങിൽ കുരുമുളക് പിടിപ്പിച്ചാൽ അതെങ്ങനെയാണ് തടം തുറക്കുക, വളമിടുക എന്നൊക്കെ. അപ്പോൾ അവർക്ക് അറിയാനും കാണാനും വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ തോട്ടത്തിൽ മുഴുവൻ കഴുങ്ങിലാണ്, മിക്ക കഴുങ്ങിലുമാണ് നമ്മൾ കുരുമുളക് പിടിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ തടം തുറന്നിട്ട് ഉള്ള വളമിടലും നനയ്ക്കലൊക്കെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വളങ്ങളും ഏത് രീതിയിൽ വളപ്രയോഗവും ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് നനയും ചെയ്യാം. അപ്പോൾ ഇതിന് തടം ഇങ്ങനെ കുറച്ച് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ടൊക്കെ ഒന്ന് തുറക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വേരുകൾ ചെറുതായിട്ട് അറ്റ് എന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ വള്ളി അറാതെ സൂക്ഷിക്കുക. എങ്കിലും വേരുകൾ കൂടുതലായിട്ട് അറക്കല്ല, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് കഴുങ്ങിന് തടം തുറക്കാം. ഇത് എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നതാണ്. എന്നാലും ഒരു കുരുമുളക് വള്ളിക്ക് ഒരു കേടുപാടുകളും പറ്റാറില്ല. ഇതിങ്ങനെയായിട്ട് ചെയ്ത് നമ്മൾ അതിന് വേണ്ട, ഈ കഴുങ്ങിന് വേണ്ട വളം, വെണ്ണൂറ്, ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്ത്, വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിന് എന്നുള്ള രീതിയിൽ ഒരു കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുത്താൽ കഴുങ്ങിന് കൊടുക്കുന്നതാണ് നമ്മൾ കുരുമുളകിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുരുമുളകിന് കൊടുക്കുന്നതാണ് നമ്മൾ കഴുങ്ങിന് കൊടുക്കുന്നത് എന്ന് കരുതിയാൽ മതി. അപ്പോൾ കുരുമുളകും നമുക്ക് നല്ല രീതിയിൽ സുലഭമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല തോക്കകളും കിട്ടും. പിന്നെ നമ്മുടെ കഴുങ്ങിൽ അടക്കയും വരും. അപ്പോൾ അടക്ക നഷ്ടമാണ് എന്നുള്ളൊരു പരാതിയും വേണ്ട, കുരുമുളക് നഷ്ടമാണ് എന്നുള്ള പരാതിയും വേണ്ട. രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. രണ്ടുപേരും വർഷത്തിൽ ഒരു പ്രാവശ്യം വിള തരുന്നതാണ്. തെങ്ങിനെ പോലെയല്ല, തെങ്ങിനെ പോലെ മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ വിള തരുന്നതല്ല. അടക്ക, കുരുമുളക് എന്നത് വർഷത്തിലൊരു വിളയാണ്. അപ്പോൾ വർഷത്തിലൊരു വിളയുള്ളത്, അതിന് വർഷത്തിലൊരു പ്രാവശ്യമായിട്ട് നമുക്ക് വളമിട്ട് കൊടുക്കാം, അതിന് നനച്ചും കൊടുക്കാം. പിന്നെ നമ്മളൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഈ അറ്റ വേനൽക്കാലത്ത് നമുക്ക് കൃഷിയിലൂടെയൊക്കെ തരുന്ന വരുമാനം തരുന്ന ഈ തെങ്ങിന്, കഴുങ്ങിന്, കുരുമുളകിനൊന്നും വെള്ളം പോലും കൊടുക്കാതെ ഇരിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഉള്ളത്രയൊക്കെ നമ്മൾ നനച്ചു കൊടുക്കും. അപ്പോൾ ഇതിനൊന്നും ഒരു എക്സ്ക്യൂസും ഇല്ല. കുരുമുളക് കഴുങ്ങിൽ വെക്കാൻ പറ്റുമോ, അത് തടം തുറക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളും എക്സ്ക്യൂസുകളൊന്നും ഇതിലില്ല. നമുക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ കുരുമുളക് കഴുങ്ങിൽ പടർത്താം, നമുക്കതിൽ തടം തുറക്കാം, അതിന് വേണ്ട രീതിയിൽ വെള്ളം കൊടുക്കാം, വളം കൊടുക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ അത് പറയാനാണ് ഇന്ന് നമ്മൾ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ നല്ല രീതിയിൽ തടം തുറന്ന് അതിന് വളപ്രയോഗവും വെള്ളമൊക്കെ നടത്തുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഈ മുറ്റത്തൊക്കെ നിൽക്കുന്ന തെങ്ങ്, കഴുങ്ങ്, കുരുമുളക് എന്നുള്ളതിനൊക്കെ വെള്ളം നൽകാൻ കഴിയുമെങ്കിലും വളപ്രയോഗം നടത്താൻ കഴിയില്ല എന്നതാണ് ഒരു സങ്കടകരം. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.